നമസ്കാരം. ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. 2023 അവസാന ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. ഭൂമധ്യരേഖയ്ക്ക് സമീപം തെക്കുകിഴക്കൻ അറബിക്കടലിനും പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു. അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതയിൽ കൃത്യത വന്നിട്ടില്ല. ലക്ഷദ്വീപ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായാണ് ചില കാലാവസ്ഥാ ഏജൻസികൾ നൽകുന്ന സൂചന. നിലവിലെ നിരീക്ഷണ പ്രകാരം വരും ദിവസങ്ങളിലും കേരളത്തിൽ കാര്യമായ മഴസാധ്യതയില്ല എങ്കിലും ഒറ്റപ്പെട്ട മഴസാധ്യത നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നലെ മുതൽ വീണ്ടും മഴസാധ്യത രൂപപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചിരുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലേതുൾപ്പെടെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നിലവിൽ മേഘാവൃതമാണ്. അതേസമയം ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതക്കനുസരിച്ചായിരിക്കും കേരളത്തിലെ മഴസാധ്യത വർദ്ധിക്കുക. വരും ദിവസങ്ങളിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കൂവെന്നും കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.